നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ശബരിമല വിഷയം ഇന്നലെ ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ രാവിലെ നോക്കിയപ്പോൾ EDക്ക് കോടതി പ്രത്യേകം ഒരു ഇത് നൽകിയിരിക്കുകയാണ്, നിർദ്ദേശം നൽകി കഴിഞ്ഞു. EDയുടെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ. രണ്ടാമത്, എന്തുകൊണ്ട് വൻ തോക്കുകളെ പിടിക്കുന്നില്ല എന്ന് കോടതി അതിരൂക്ഷമായിട്ട് SITക്ക് വിമർശിക്കുന്നു. വീണ്ടും നമ്മൾ കണ്ടു, ഒരു മണിക്കൂറായില്ല, ഒരു അരമണിക്കൂറിന് ശേഷം ഗോവർദ്ധനെയും ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO അടക്കം അറസ്റ്റ് ചെയ്യുന്ന രംഗം. അപ്പോൾ ഇന്നലെ വലിയ നിർണായകമായ ഘട്ടത്തിലേക്ക് പോകുന്നു. SIT എവിടെയാണോ പമ്മി നിന്നത് അവിടെ നിന്ന് SITയെ വലിച്ചു പുറത്തിട്ട് രണ്ടടിയും കൊടുത്തിട്ട് മുന്നോട്ടുള്ള അന്വേഷണത്തിന് ഹൈക്കോടതി ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന അതിനിർണായകമായ നീക്കങ്ങളാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴി അല്ലെങ്കിൽ അവരുടെ കുറ്റസമ്മതമാണ്. അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും. രണ്ട് തലങ്ങളിലാണ് ഈ കേസ് ഇപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത്. ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുമെന്നും ഇപ്പോൾ വലയിലകപ്പെട്ട പത്മകുമാറിലും വാസുവിലുമൊക്കെ ഇത് ഒതുങ്ങി അവസാനിക്കുമെന്നുമായിരുന്നു. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം, ഇത് ദേവസ്വം ബോർഡ് ബെഞ്ച് പൂർണ്ണമായി, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ബെഞ്ചല്ല, ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ചാണ് ഈ കേസിനെ ഇത്ര ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. ദേവസ്വം ബോർഡ് ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം. അപ്പോൾ ഈ കുറ്റകരമായ ഗൂഢാലോചന ദേവസ്വം ബോർഡിൻ്റെ കൂട്ടായ തീരുമാനമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്തു? ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് ഒഴിവാക്കി? എങ്ങനെ ഈ ഉന്നതർ അന്വേഷണത്തിൻ്റെ വല പൊട്ടിച്ച് പുറത്തേക്ക് കടക്കുന്നു? എന്തുകൊണ്ട് ഇവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല? ഹൈക്കോടതിയുടെ ഈ നടുക്കുന്ന ചോദ്യത്തിന് പിന്നാലെ നമ്മൾ കേൾക്കുന്നത് രണ്ട് ഇടിവെട്ട അറസ്റ്റുകളാണ്. ഒന്ന്, ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരൻ ഗോവർദ്ധൻ്റെ അറസ്റ്റ്. രണ്ട്, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ്. ഇതിൽ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് പങ്കജ് ഭണ്ഡാരിയാണ്. പങ്കജ് ഭണ്ഡാരിയെ ഈ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കത്തിൽ അന്വേഷണ സംഘം വിളിപ്പിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. അപ്പോൾ പങ്കജ് ഭണ്ഡാരി പറഞ്ഞത്, സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരിക്കലും ഏതെങ്കിലും ലോഹങ്ങളിൽ സ്വർണം പൂശിയിട്ടുണ്ട് എങ്കിൽ അത് വേർതിരിച്ചെടുക്കാറില്ല. അത് വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി ഞങ്ങളുടെ പക്കലില്ല. എന്നാൽ സ്വർണം പുതുതായി പൂശാനുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ ഞങ്ങൾ സ്വർണം പൂശിയിട്ടുണ്ട്. അതിന് വലിയ എക്സ്പെർട്ടൈസ് ഞങ്ങൾക്കുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഇത്തരം ജോലികൾ ചെയ്യുന്ന ഏക സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. വലിയ വില കൂടിയ മെഷീനറിയാണ് ഇതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിയുടെ ഈ മൊഴി ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം മുഖവിലക്കെടുത്തു എന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അവർ പ്രത്യക്ഷത്തിൽ മുഖവിലക്കെടുക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ചുവെങ്കിലും സ്മാർട്ട് ക്രിയേഷൻസിലെ ജീവനക്കാരെ അന്ന് ചോദ്യം ചെയ്യുകയും കുറച്ചുകൂടി വിപുലമായ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പത്മകുമാറിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു വരുത്തി. പങ്കജ് ഭണ്ഡാരിയോട് അന്നും ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും പങ്കജ് ഭണ്ഡാരി പറഞ്ഞത്, ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പുതിയ ചെമ്പുപാളികളായിരുന്നു, അതിൽ സ്വർണം പൂശുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്ന്. ഇതിനിടയിൽ പഴയത് ഉരുക്കി മാറ്റി എന്നും അതിൻ്റെ ഒരു ഭാഗം ഗോവർദ്ധന് ലഭിച്ചുവെന്നും ഗോവർദ്ധൻ നൽകിയൊരു മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അപ്പോൾ രണ്ട് വിരുദ്ധമായ മൊഴികൾ നിൽക്കുകയാണ്. ഒന്ന്, ബെല്ലാരിയിലെ ഗോവർദ്ധൻ പറയുന്നത് തൻ്റെ പക്കൽ 800 ഗ്രാം സ്വർണം, ശബരിമലയിലെ സ്വർണം, സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ചെടുത്ത ഈ സ്വർണം തൻ്റെ പക്കൽ എത്തിച്ചിരുന്നു. അതിന് താൻ വില കൊടുത്തു, 14 ലക്ഷം രൂപയാണ് കൊടുത്തത് എന്നൊക്കെ ഗോവർദ്ധൻ എന്ന് വിശദീകരിച്ചിരുന്നു. അന്ന് നമ്മൾ അതിശയിച്ചു പോയ ചില വസ്തുതകളുണ്ട്. വെറും 14 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്തരമൊരു തട്ടിപ്പ് ഇത്ര ആസൂത്രിതമായി നടത്തുമോ എന്ന്. അപ്പോഴും സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുടെ നിഷേധമൊഴികൾ. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിൻ്റെ ഈ പ്രത്യേക അന്വേഷണ സംഘം പൊളിച്ച് വലിച്ചു കീറിയിട്ടത് ഈ പൊള്ളയായ മൊഴിയാണ്. എല്ലാ തെളിവുകളും സ്വാംശീകരിച്ച് കൃത്യമായി പങ്കജ് ഭണ്ഡാരിയെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതോടെ അയാൾ മുട്ടിടിച്ചു വീണു.
ഇന്നലെ തത്ത പറയുന്നത് പോലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ അയാൾ പറഞ്ഞു, സ്വർണം വേർതിരിച്ചത് ഞങ്ങളാണ്. വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ തിരിച്ചു കൊടുത്തു വിട്ടു. അതിനേക്കാൾ ഭയാനകമായൊരു വെളിപ്പെടുത്തൽ അയാൾ നടത്തി. ഞങ്ങളുടെ പണിക്കൂലി ഇനത്തിൽ കുറച്ച് സ്വർണം, 97 ഗ്രാം സ്വർണം ഞങ്ങൾ അതിൽ നിന്ന് എടുത്തുവെന്ന്. ഈ സ്വർണം വേർതിരിച്ച ജോലിയുടെ കൂലി ശബരിമലയിലെ സ്വർണ്ണമായിട്ട് തന്നെ ഇയാൾ ഊറ്റിയെടുത്തുവെന്ന്. അതൊരു കാലത്തും അനുവദിക്കാൻ പറ്റുന്നതല്ല. ശബരിമല സ്വർണം ഒരു പണിക്കൂലിയായിട്ട് കൊടുക്കാൻ കഴിയുമോ? അതോടെ പങ്കജ് ഭണ്ഡാരി വീണു. തൊട്ടു പിന്നാലെ ഗോവർദ്ധന് പലതും സമ്മതിക്കേണ്ടി വന്നു. 14 ലക്ഷം രൂപ മുടക്കി 887 ഗ്രാം സ്വർണം വാങ്ങിയെന്ന് പണ്ട് ചോദിച്ച ഗോവർദ്ധൻ പറയുന്നു, താൻ 1.5 കോടി രൂപ പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. അതിൻ്റെ ഔദ്യോഗിക രേഖകൾ തൻ്റെ പക്കലുണ്ട്. തൻ്റെ ബാങ്ക് രേഖകൾ അത് വ്യക്തമാക്കും. അപ്പോൾ എന്തിനാണ് 1.5 കോടി രൂപ കൈമാറിയത്? സ്പോൺസർഷിപ്പ് ഇനത്തിൽ. അപ്പോൾ ഗോവർദ്ധനെ പോലൊരാൾ സ്പോൺസർഷിപ്പ് ഇനത്തിൽ 1.5 കോടി കൈമാറി എങ്കിൽ അനധികൃതമായി എത്ര അധികം കോടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അതിലപ്പുറമുള്ള ഇതിലെ വൻസ്രാവുകൾക്കോ ഗോവർദ്ധൻ വഴി പോയിരിക്കാം. അപ്പോൾ ഗോവർദ്ധൻ ശബരിമല തന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശബരിമലയിൽ വല്ലപ്പോഴുമൊക്കെ വരും. തന്ത്രിയുമായി ഗോവർദ്ധന് അടുത്ത ബന്ധമുണ്ട്. ഇത്തരം വസ്തുതകളൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കത്തുന്ന തെളിവുകളായി നിൽക്കുമ്പോഴാണ് ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും ഇന്നലെ നിശ്ചിതമായി ചോദ്യം ചെയ്ത് പുറത്തേക്ക് തത്ത പറയുന്നത് പോലെ ഈ കുറ്റസമ്മതം നടത്തിപ്പിക്കുന്നത്. ഇത് ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായൊരു ഘട്ടമാണ്. പങ്കജ് ഭണ്ഡാരിയുടെ കുറ്റസമ്മതം, ഗോവർദ്ധൻ്റെ കുറ്റസമ്മതം, അതിലപ്പുറം ഇനി ഈ സ്വർണം എങ്ങനെ കൊള്ള ചെയ്യപ്പെട്ടു, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള കഥകൾ നമ്മൾ കേട്ടു. എൻ വാസുവിൻ്റെ റോൾ, പത്മകുമാറിൻ്റെ മിനിറ്റ്സിലെ സ്വന്തം കൈപ്പടയിലുള്ള തിരുത്തലുകൾ. ഇപ്പോഴത്തെ ഹൈക്കോടതി മറ്റൊരു കാര്യം വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നു. ദേവസ്വം ബോർഡിൽ അന്നുണ്ടായിരുന്ന അംഗങ്ങൾ ഈ സംഘടിത കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണ്, അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഇനി കേസ് മാറുകയാണ്. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഒരുമിച്ച് എടുത്ത കൂട്ടായ ഒരു തീരുമാനമാണ് ഇത് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇതിന് പിന്നിൽ സർക്കാരിൻ്റെ ഇടപെടലുകളുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാരിലേക്ക് അന്വേഷണം എത്തുന്നു. അന്നത്തെ മന്ത്രി അടക്കം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഇതാണ് അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മറുവശത്ത് അതിശക്തമായ മറ്റു ചില നീക്കങ്ങൾ നമ്മൾ കാണുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കടന്നുവരവാണ്. ഈ കടന്നുവരവിൽ അനധികൃത പണമിടപാട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ EDക്ക് ജോലി എളുപ്പമായി. ED ഇതിനകം തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ അവരുടെ ജോലി തുടങ്ങി വെച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ കള്ളപ്പണ ഇടപാടുകൾ മാത്രമല്ല, ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിദേശത്തേക്ക് പുരാവസ്തു കള്ളക്കടത്ത് സംഘം കടത്തിയോ? ഇതാണ് ഏറ്റവും പ്രമാദമായൊരു ചോദ്യം. ബെല്ലാരിയിലെ ഗോവർദ്ധൻ അത്ര നിഷ്കളങ്കനല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഗോവർദ്ധനിൽ നിന്ന് ഏതൊക്കെ വൻ തോക്കുകളിലേക്ക് ഈ അന്വേഷണം കടക്കും? അതിൻ്റെ ഏറ്റവും വലിയ ഒരു ചലനാത്മകമായ ഒരു വേഗത നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കടന്നുവരവിൽ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് വളരെ ത്വരിതഗതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നത്, പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ അറസ്റ്റിലാക്കി ചോദ്യം ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടന്നു വന്ന് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടതിനപ്പുറം അവർ തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഹൈക്കോടതി പെട്ടെന്ന് ഈ കേസിൽ വീണ്ടും ഇടപെടും. ഇപ്പോഴത്തെ SIT കാണാത്ത വസ്തുതകളും തെളിവുകളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തെത്തിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം പോകും. ഇപ്പോൾ തന്നെ പകുതി വിശ്വാസം കെട്ടിരിക്കുകയാണ്. വൻതോക്കുകളെ, സ്വാധീന ശക്തികളെ ഒഴിവാക്കുന്നു എന്ന കോടതിയുടെ തുറന്നു പറച്ചിൽ തന്നെ അത്തരത്തിലാണ്. ഇന്നലെ കോടതി പറഞ്ഞത് എന്താ? സംരക്ഷകർ തന്നെ ഇവിടെ വിനാശകരായി മാറിയിരിക്കുന്നു. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ കൊള്ളയടിക്ക് കൂട്ടുനിന്നിരിക്കുന്നത്. ഇനി ആരെ നമ്മൾ ഈ സംരക്ഷണം ഏൽപ്പിക്കും? ഒരു ഭരണകൂടം, ദേവസ്വം ബോർഡ്, സന്നിധാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുതൽ കമ്മീഷണർ വരെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, ഇവരെല്ലാം കൂടി ചേർന്ന് ശാസ്താവിൻ്റെ മുതൽ കൊള്ളയടിക്കുന്നു.
മറുവശത്ത് ശാസ്താവിൻ്റെ മുതൽ കൊള്ളയടിക്കുമ്പോൾ ശാസ്താവിനോട് തന്നെ പരാതി പറയുന്ന പാട്ടെഴുതിയവരെ അറസ്റ്റ് ചെയ്യാൻ ഓടി നടക്കുന്ന സർക്കാരിനെ നമ്മൾ കണ്ടു. അവിടെയും അവർ പരാജയപ്പെട്ടു. ഈ രണ്ട് ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഹൈക്കോടതിയിൽ. അതാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടത്. അത് ശരിക്കും അയ്യപ്പൻ്റെ ഒരു അത്ഭുതമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം SITയുടെ അന്വേഷണം ഗോവർദ്ധൻ്റെ ജുവലറി ഷോപ്പിൽ നിന്ന് 400 പുറത്ത് ഗ്രാം സ്വർണം അവർ കണ്ടെത്തി. അത് 420 ഗ്രാം സ്വർണം കണ്ടെത്തി. അത് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമായിരുന്നു എന്ന് ഗോവർദ്ധൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെയൊക്കെ ജനങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കും സംശയം തോന്നിയ ഒരു കാര്യം, കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സ്വർണം അവിടെ, പ്രത്യേകിച്ച് ഒരു ജുവലറി ഷോപ്പ് ഉടമ അതുപോലെ തന്നെ സൂക്ഷിക്കുക. കാരണം ബിസിനസ്സുകാരാകുമ്പോൾ നമുക്കറിയാം, അതുപോലെ തന്നെ ഇത്രയും വർഷം സൂക്ഷിക്കുക. SIT വരുമ്പം കാത്തു വെച്ച് അത്രയും ഗ്രാം, 1 ഗ്രാം പോലും കുറയാതെ കൊടുക്കുമെന്ന് വന്നപ്പം തന്നെ ഒരു സംശയം വന്നിരുന്നു. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം പൊളിച്ചെടുക്കുകയാണ്. കാരണം ഇതിന് മുന്നേ കൂട്ടി തന്നെ അവർ SIT വരും, അപ്പോൾ സ്വർണം എടുത്ത് കൊടുക്കണം എന്നുള്ള. അപ്പോൾ എനിക്ക് അവിടെ തോന്നിയ ഒരു സംശയമാണ്. കാരണം SIT പത്മകുമാറിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഗോവർദ്ധൻ്റെ സ്വർണം എടുക്കുന്നു, തിരികെ അത് ശബരിമലയുടെ സ്വർണ്ണമാണെന്ന് കൊടുക്കുന്നു. അവിടെ കൊണ്ട് വാസു പറയുന്നു അത് ചെമ്പാണെന്ന്. അതിനുള്ള തെളിവുകൾ ഹൈക്കോടതി ചോദിച്ചതുപോലെ തെളിവുകളില്ല. അപ്പോൾ ശബരിമലയിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണം തിരികെ ഏൽപ്പിക്കുന്നു. അവിടെ കൊണ്ടങ്ങ് നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യമല്ലേ ഇന്നലെ ഹൈക്കോടതി പൊളിച്ചടിക്കുക. കാരണം മുന്നോട്ട് ഈ പറയുന്നത് പോലെ വമ്പൻ സ്രാവുകളിലേക്ക് പോകാതെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ അതിലേക്കാണ് പറഞ്ഞു വന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, സ്വാഭാവികമായി ഈ 800 ഗ്രാം സ്വർണം ചുരണ്ടിയെടുത്തതിൽ അവസാനിക്കുന്നില്ല. പക്ഷേ ഈ അമൂല്യ വസ്തുക്കളിലെ ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്ന സ്വർണം, അതിൻ്റെ വില വേറെയാണ്. ആ സ്വർണം ഒരു ജുവലറിയിൽ അതിൻ്റെ ഒരു അംശം ഇരുന്നാൽ പോലും വലിയ ഭാഗ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യവസായികളുണ്ടാവാം. പക്ഷേ ഒറിജിനൽ ഈ അമൂല്യ വസ്തുക്കൾ, ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടിളപ്പാളിയും ഒക്കെ ചെന്നൈയിലെത്തിച്ചു. അതിൽ വീണ്ടും സ്വർണം പൂശി ആ ഒറിജിനൽ വസ്തുക്കൾ ഇവർ ഒരു പക്ഷേ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടാവാം. പകരം നമ്മൾ കേട്ടു, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് കട്ടിള ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന കഥ നമ്മൾ കേട്ടു. ആലുവയിൽ നിന്നൊരു ആശാരിയെ കൊണ്ട് കട്ടില ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. കാരണം ഇവർ ഉരുക്കി എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ ആണ് ഉരുക്കി എന്ന് പറയുന്നത്. ഉരുക്കാതെ വേണമെങ്കിലും ഈ പറയുന്ന അല്ലല്ല, അത് ഉരുക്കിയെടുത്ത് അവർ പൂശി അതൊക്കെ വിറ്റിട്ടുണ്ടാവാം. ഈ സ്വർണം ഇതിൻ്റെ ഒരു പവിത്രത മനസ്സിലാക്കി തന്നെ ഗോവർദ്ധനെ പോലെയുള്ളവർ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാവാം. അതൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നലെ ഒരു അത്ഭുതം നടന്നു ഹൈക്കോടതിയിൽ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ച അവിടെയാണ്. ഹൈക്കോടതിയിൽ നടന്ന അത്ഭുതം ശരിക്കും നമ്മെ ഞെട്ടിച്ചു കളയും. നേരത്തെ എൻ വാസുവും പത്മകുമാറും ജാമ്യാപേക്ഷ നൽകുമ്പോൾ ബിജി മല്യ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല എന്ന് അവകാശപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു ഇത്തരം രേഖകളുണ്ടോ എന്ന്. അവിടെയും സർക്കാർ ഇരുട്ടിൽ തപ്പി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഈ രേഖകൾ ഹൈക്കോടതിയിൽ തന്നെ ഇരിക്കുന്നു എന്ന തെളിവുകളാണ് ഇന്നലെ പുറത്തു വന്നത്. നേരത്തെ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം സുപ്രധാനമായ ചില രേഖകൾ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. രേഖകൾ ദേവസ്വം ബോർഡിൽ സൂക്ഷിക്കേണ്ടതാണ്, പക്ഷേ ദേവസ്വം ബോർഡ് സൂക്ഷിച്ചില്ല. പക്ഷേ 1999 ഈ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ശബരിമലയിൽ സ്വർണം പൂശലിനായി വരുമ്പോൾ അന്ന് ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് ബെഞ്ചിന് മുമ്പാകെ ദേവസ്വം ബോർഡ് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. സന്നിധാനത്തെ അമൂല്യ വസ്തുക്കൾ, അതിൽ വലിയൊരു ലിസ്റ്റുണ്ട്. ഇന്ന വിഗ്രഹങ്ങളിലും ഇതിലുമായി സ്വർണം പൂശാനുള്ള അനുമതി അന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനോട് ദേവസ്വം ബോർഡ് ചോദിച്ചിരുന്നു. അപ്പോൾ ആ അനുമതി ഹൈക്കോടതി നൽകുമ്പോൾ ഏതൊക്കെ വസ്തുക്കളിലാണ്, ഏതൊക്കെ അമൂല്യ വിഗ്രഹങ്ങളിലാണ് സ്വർണം പൊതിയുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. അതിന് ഉത്തരം ദേവസ്വം ബോർഡ് വിശദമായി നൽകി. അതിനുശേഷം ഈ സ്വർണം പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ ഇരിപ്പുണ്ട്. അപ്പോൾ സർക്കാരിനോട് ചോദിച്ചു, ഇപ്പോൾ സർക്കാർ ഇരുട്ടിൽ തപ്പി ഈ കേസ് അട്ടിമറിക്കാം എന്നൊക്കെ കരുതിയത് വൃഥാവിലായി. അപ്പോൾ രേഖകൾ ഭദ്രമായി ഹൈക്കോടതിയിൽ തന്നെയുണ്ട്. എന്നല്ല എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നുണ്ട്. കാരണം അതൊരു വല്ലാത്ത ട്വിസ്റ്റായി പോയി. കാരണം ഈ പറഞ്ഞതുപോലെ പലതും നമ്മുടെ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഒക്കെ ചിതലരിക്കുന്നു, കത്തിപ്പോകുന്നു. ഞാൻ
ഞാനും വിചാരിച്ചു ഇനി അങ്ങനെങ്ങാനും സംഭവിച്ചോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായി. ഇതിപ്പോൾ വല്ലാത്ത ട്വിസ്റ്റായിപ്പോയി. ഹൈക്കോടതി ചോദിക്കുകയും ഹൈക്കോടതിയിൽ കയ്യിൽ തന്നെ എല്ലാ രേഖകളും ശരിക്കും ഒരു വല്ലാത്ത ദൈവിക ചൈതന്യം നമുക്ക് ഇതിനകത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഒരു പക്ഷേ ഇത്തരത്തിൽ ചെമ്പാണ് എന്ന് പറയുമ്പോൾ രേഖകളില്ലെങ്കിൽ തള്ളിപ്പോവാന്ന് തെളിവുകളാണല്ലോ. മറ്റു പല രേഖകളും ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടിപ്പോകും, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കത്തിപ്പോകും, സെക്രട്ടേറിയറ്റ് പോലും തീപിടുത്തം ഉണ്ടാകുന്നു. പക്ഷേ ഭഗവാന്റെ വസ്തുക്കൾ അത്ര എളുപ്പം അപ്രത്യക്ഷമാക്കാൻ കഴിയില്ല എന്നതിൻ്റെ സൂചന തന്നെയാണിത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഹൈക്കോടതി ഒരു പരാമർശം, അവിടെയും ഒരു ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളൊരു സൂചനകളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പം ശങ്കർദാസിൻ്റെയൊക്കെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയുമായിട്ട് വല്ലാത്ത ബന്ധമുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് കുടുങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ സർക്കാരായിരിക്കും. അപ്പം അത് ആ ഒരു ഘട്ടത്തിലേക്ക് പോകാത്തത് SITക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. അല്ല, ഇതുവരെ മറ്റ് ആക്ഷേപങ്ങളൊന്നും കേൾപ്പിക്കാത്ത ഹരിശങ്കറിൻ്റെ പിതാവാണ് ശങ്കർദാസ്. അപ്പോൾ DIG ആണിപ്പോൾ. അപ്പോൾ DIG-യുടെ ഒരു പിതാവിനെ പോലീസിലെ ഒരു SP ലെവലിലുള്ള ശശിധരന് ചോദ്യം ചെയ്യാനൊക്കെ ഒരു മടിയുണ്ടാവും. അതൊക്കെ ആവും ഇതുവരെ ശങ്കർദാസിലേക്ക് തിരിയാൻ കഴിയാതിരുന്നത്. പക്ഷെ കോടതി ഇടപെട്ടതോടെ ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല, സ്വാധീനമോ മറ്റ് ശക്തികൾക്കോ ഒന്നും ഇവിടെ വലിയ പ്രാധാന്യമില്ല. അതിനി നാളെ കടകംപള്ളി സുരേന്ദ്രനായാലും അതല്ല അതിലപ്പുറത്തുള്ള വലിയ വൻതൂക്കുകളായാലും അവരൊക്കെ ഈ അന്വേഷണ വലയിൽ കുടുങ്ങിയേ തീരൂ. കാരണം ഇതിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു സുനാമി പോലെ ഇന്നലെ ഹൈക്കോടതി ആഞ്ഞടിച്ചപ്പോൾ അതിനെ ഒന്നും ചെറുത്തു നിൽക്കാൻ, പ്രതിരോധിക്കാൻ ഈ ദുർബല ഭരണകൂടത്തിനൊന്നും കഴിയില്ല. ഒന്നാമത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന CPM പ്രവർത്തകർ തന്നെയാണ്. അവരുടെ ഉള്ളിലൊരു വേദന, വിഷമമുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ഒരു ഏകാധിപത്യ ശൈലിയിൽ നിന്ന് പാർട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന ചിന്ത, അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് പാർട്ടിയിൽ, സമൂഹത്തിൽ ഒക്കെ ഇപ്പോൾ കാണാം. മറുവശത്ത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരിലും ആ മാറ്റം പ്രകടമാണ്. 3 മാസങ്ങൾക്ക് ശേഷം ഈ ഭരണം മാറും. അപ്പോൾ പിന്നെ എന്തിനാണ് അയ്യപ്പൻ്റെ കോപം ഉൾപ്പെടെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നൊരു ചിന്ത അവരിലൊക്കെ ഇപ്പോൾ ശക്തമാകുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് കാണുന്നത്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഒരു 2-3 തലങ്ങളിലേക്ക് ഒന്ന് ക്രോഡീകരിച്ചാൽ, അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ശങ്കർദാസിനെയും വിജയകുമാറിനെയും വരും മണിക്കൂറുകളിലല്ല, വരും ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്ത് തീരൂ എന്ന ഘട്ടത്തിലെത്തി. ശങ്കർദാസും വിജയകുമാറും അറസ്റ്റിലാകുമ്പോൾ മറുവശത്ത് പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് നിർബന്ധിതനാകും. അവിടെ നിന്ന് സർക്കാരിലേക്ക് അന്വേഷണം തിരിയും. സർക്കാരിലേക്ക് അന്വേഷണം തിരിയുന്ന ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ 2 വമ്പൻ ശക്തികൾ അന്വേഷണ സംഘത്തിൻ്റെ വലയിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും. അവർ ഈ കേസിലെ ഏറ്റവും നിർണായക കണ്ണികളാണ്. അവരെ വലയിലാക്കി മാത്രമേ വീണ്ടും ഉന്നതരിലേക്ക് അന്വേഷണ സംഘത്തിന് തിരിയാൻ കഴിയൂ. അവർ കൃത്യസമയത്ത് തന്നെ അഴിക്കുള്ളിൽ ആക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. കൃത്യതയോടെ ഇപ്പോൾ ഹൈക്കോടതി ഇടപെടുന്നു. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയൊരു തലവും. ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയൊക്കെ വ്യവസായികൾ കൂടിയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ബന്ധം ഒരു പക്ഷേ ഇവരിലൂടെയാണോ പോകുന്നത് എന്നുള്ളത് കൂടി ചിലപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാരണങ്ങളാണ് SITക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ നിർണായകമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇനി. അത് വലിയ രീതിയിൽ പിണറായി സർക്കാരിന് കൊള്ളക്കം. ഇപ്പം തന്നെ കപ്പൽ മുങ്ങിത്താന്നു. ഇനി മുങ്ങിത്താന്ന കപ്പലിൻ്റെ മുകളിലേക്ക് ഇനി വീഴാൻ ഇനിയൊന്നുമില്ല. എന്തായാലും രക്ഷപ്പെടാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.